RDX തുടരുന്നു. തെങ്ങിൻ തോപ്പുകളും പാടങ്ങളും കളിമൈതാനങ്ങളാക്കിയ ഗൃഹാതുര ഓർമ്മകൾ ആവോളമുള്ളവരാണ് നമ്മൾ മലയാളികൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ കുറച്ച് നാളുകളായി നമുക്ക് ക്രിക്കറ്റ് ജ്വരം പതിവിലും കൂടിയിട്ടുണ്ട്. ഇതിന് കേരള ക്രിക്കറ്റ് ലീഗ് എന്ന KCL ചെറുതല്ലാത്ത പങ്കുവഹിച്ചിട്ടുണ്ട്. രണ്ടാം സീസണിലേക്ക് എത്തുമ്പോൾ അടിമുടി ക്രിക്കറ്റ് ആവേശത്തിലേക്ക് കേരളത്തിൽ എത്തിക്കാനായിട്ടുണ്ട് KCLന്. ഈ സീസണിൽ 3 ടീമുകൾ സെമി ഉറപ്പിച്ചു കഴിഞ്ഞു. കളിക്കാരിൽ ആരൊക്കെ ഇനി IPLലേക്ക് എത്തും എന്നുള്ള ആകാംക്ഷയാണ് ആരാധകർക്ക്. കേരള ക്രിക്കറ്റിനെ, നമ്മുടെ പ്രതിഭകളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുമോ KCL? RDX 59 സെക്കൻഡിൽ. മിനി IPL ആയി മാറിയിരിക്കുന്നു KCL. ഇത്തവണ സഞ്ജു സാംസൺ എത്തിയപ്പോൾ ഗ്ലാമർ കൂടിയെന്ന് മാത്രമല്ല, മത്സരങ്ങളുടെ ആവേശവും ഇരട്ടിയായി. ആരാധകരെ ആവേശം കൊള്ളിച്ച നിരവധി മത്സരങ്ങൾ. സഞ്ജു സാംസൺ വെടിക്കെട്ട് തുടർന്നതോടെ ആദ്യ സെമി ഉറപ്പിച്ചു കൊച്ചി. ഏരീസ് കൊല്ലം സെയിലേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഈ സീസണിലും മിന്നും പ്രകടനം തുടരുകയാണ്. 22-കാരൻ നായകൻ ഷോൺ റോജറിന്റെ തൃശൂർ ടൈറ്റൻസും ആദ്യ കിരീടം ലക്ഷ്യമിട്ട് കളത്തിലുണ്ട്. തലസ്ഥാനത്ത് നിന്നുള്ള ട്രിവാൻഡ്രം റോയൽസ് ആണ് ഇത്തവണ നിരാശപ്പെടുത്തിയ സംഘം. സൂപ്പർ താരങ്ങളുടെ സംഘവുമായി എത്തിയ ആലപ്പി റിപ്പിൾസും സെമി പ്രതീക്ഷ നിലനിർത്തുന്നു. ലീഗ് ഘട്ടം അവസാന മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രാദേശിക ലീഗുകളിൽ ഒന്നായി മാറാൻ KCLനായി. സഞ്ജു സാംസണിന്റെ വെടിക്കെട്ടും സൽമാൻ നിസാറിന്റെ 2 ഓവറിൽ 11 സിക്സർ പറത്തിയ പ്രകടനവും അജ്നാസിന്റെ ഹാട്രിക്കുമെല്ലാം KCLൽ ആരാധകരുടെ ആവേശമായി. ടെലിവിഷനിലും ആപ്പുകളിലും പുറമെ KCLനായി മുഖം മാറ്റിയ കാര്യവട്ടം സ്റ്റേഡിയത്തിലെ ഗാലറിയിലേക്കും ആരാധകർ ഒഴുകിയെത്തുന്നുണ്ട്. സെപ്റ്റംബർ 7-നാണ് ഫൈനൽ പോരാട്ടം. RDX ന്യൂസ് മലയാളം. രാജ്യത്തിന്റെ ക്രിക്കറ്റ് ഭൂപടത്തിൽ KCLലൂടെ വലിയ ഉയിർപ്പ് പ്രതീക്ഷിക്കുകയാണ് കേരളം. കേരള യുവതാരങ്ങൾക്ക് IPL ഉൾപ്പെടെ വൻ ലീഗുകളിലേക്കും ദേശീയ ടീമിലേക്കും ഇത് വഴിയൊരുക്കും. KCL നടത്തപ്പെടുന്നത് IPL മാതൃകയിലാണ്. വിവിധ ഫ്രാഞ്ചൈസികൾ ഏറ്റുമുട്ടുകയാണ്. താരങ്ങളെ ലേലം, പരസ്പര കൈമാറ്റം എന്നിവയിലൂടെ ടീമിലെടുക്കുകയാണ്. IPL പോലെ KCLലും റെക്കോർഡുകൾ ഈ സീസണിൽ ഭേദിച്ചു. 26,80,000 രൂപയ്ക്ക് കൊച്ചി ടീമിലെടുത്ത സഞ്ജുവാണ് ഏറ്റവും ഉയർന്ന തുക നേടിയ താരം. കേരളത്തിലെ വിവിധ ജില്ലകളുടെ പേരിലുള്ള 6 ടീമുകളാണ് KCLൽ ഏറ്റുമുട്ടുന്നത്. ആലപ്പി റിപ്പിൾസ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, തൃശൂർ ടൈറ്റൻസ്, കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, ട്രിവാൻഡ്രം റോയൽസ് എന്നിവയാണ് ആ ടീമുകൾ. 385 റൺസ് അടിച്ചെടുത്ത തൃശൂർ ടൈറ്റൻസിന്റെ അഹമ്മദ് ഇമ്രാൻ നിലവിൽ മികച്ച ബാറ്റ്സ്മാനാണ്. 22 വിക്കറ്റ് കൊയ്ത കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന്റെ അഖിൽ സ്കറിയയാണ് മികച്ച ബൗളർ. രാജ്യമാകെ ആരാധകരുള്ള സഞ്ജു സാംസന്റെ സാന്നിധ്യം ലീഗിനെ കേരളത്തിന് പുറത്ത് ശ്രദ്ധേയമാക്കി. അവസാന മത്സരങ്ങളിൽ വെടിക്കെട്ട് ബാറ്റിംഗുമായി റൺസ് വാരിക്കൂട്ടുന്നുണ്ട് സഞ്ജു. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്റെ സൽമാൻ നിസാർ 2 ഓവറിൽ അടിച്ചുകൂട്ടിയത് 71 റൺസാണ്. ട്രിവാൻഡ്രത്തിനെതിരായ മത്സരത്തിലെ അവസാന ഓവറിൽ 6 പന്തും സിക്സറായി. ഇടം കയ്യൻ ബാറ്റ്സ്മാനായ സൽമാൻ 26 പന്തിൽ അടിച്ചെടുത്തത് 86 റൺസാണ്. ആ മത്സരത്തിൽ തലശ്ശേരിക്കാരനായ സൽമാന്റെ സ്ട്രൈക്ക് റേറ്റ് 330.77. കാര്യവട്ടം ഗാലറിയിലേക്ക് അന്താരാഷ്ട്ര മത്സരത്തിന് എന്നതുപോലെ കാണികൾ ഒഴുകിയെത്തുകയാണ്. പല മത്സരങ്ങളും കാണാനെത്തിയത് 10,000-ലധികം ക്രിക്കറ്റ് ആരാധകരാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സനീഷ, ഇപ്പോൾ നമ്മളൊക്കെ ഈ പറഞ്ഞതുപോലെ വല്ലപ്പോഴും മടൽ വെട്ടി ക്രിക്കറ്റ് കളിച്ചിരുന്നു. നമ്മൾ അതല്ലാതെ ഒരു ക്രിക്കറ്റ് കളി, ആ കളിയിലേക്ക് നമ്മളൊന്നും അങ്ങനെ കടന്നിട്ടില്ല. പക്ഷേ ക്രിക്കറ്റ് ആരാധകരാണ്. അപ്പോൾ ആ നിലയ്ക്ക് കേരളമെമ്പാടും ആ ക്രിക്കറ്റ് ജ്വരം, ഒരുപക്ഷെ ഈ പണ്ട് കപിൽ ദേവ് കപ്പുമായി വന്നതിന് ശേഷമുള്ള ഒരു ജ്വരം ഉണ്ടല്ലോ, ആ ജ്വരമാണ് നമ്മൾ ഓർക്കുന്നത്. അതായത് ക്രിക്കറ്റ് ഇങ്ങനെ ഒരു റോക്കറ്റ് പോലെ കേരളത്തിൽ വളരുന്നത്, അല്ല ഇന്ത്യ മുഴുവൻ വളരുന്നത്. നോട്ട്ബുക്കിലൊക്കെ നമ്മളിങ്ങനെ ഒരു ക്രീസ് ഇങ്ങനെ വരച്ചിട്ട് ഒരു 3 സ്റ്റബും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ക്രിക്കറ്റിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ആ ആവേശം ഒരുപക്ഷെ അതിനേക്കാൾ ഗംഭീരമായി ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് KCLലൂടെ, അല്ലേ? നിശ്ചയമായിട്ടും. നമ്മൾ അവസാനം പറഞ്ഞല്ലോ, 10,000-കണക്കിന് ആളുകളാണ് കളി കാണാൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ പിന്നീട് സ്പോർട്സിലൊന്നും വലിയ താല്പര്യമില്ലാത്ത മട്ടിലേക്ക് അങ്ങ് മാറിയെങ്കിലും ഞാൻ, പക്ഷേ ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ഈ തീപ്പോലത്തെ വെയിൽ നിന്നിട്ട് ഈ പറയുന്ന പോലെ മട്ടൽ വെട്ടി നമ്മൾ കളിച്ചിട്ടുണ്ട്. തലശ്ശേരിയിൽ ഞങ്ങളുടെ നാട്ടിൽ CCC ആണ്, സർക്കസ്, ക്രിക്കറ്റ്, കേക്ക്. അപ്പം 3 സിക്സർ കുഞ്ഞിപ്പക്കി എന്ന് പറയുന്നൊരു ആളുണ്ട്. കേരള ക്രിക്കറ്റിൻ്റെ വലിയ പ്രധാനപ്പെട്ട ആളാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നത്, അദ്ദേഹം തലശ്ശേരി സ്റ്റേഡിയത്തിൽ നിന്ന് ഒരു പന്ത് അടിച്ചിട്ട് അപ്പുറത്തുള്ള കോടതിയുടെ ഓട് പൊളിച്ച് താഴെ ജഡ്ജിയുടെ ചേംബറിൽ വീണു എന്നാണ് കഥ. എനിക്കറിയില്ല, അത് കഥയായിരിക്കാൻ ചിലപ്പോൾ. പക്ഷേ എന്തായാലും അമ്മാതിരി വലിയ ലെജൻസ് ഉണ്ട്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെപ്പോഴും ഇന്ത്യൻ
ഈ സ്ക്രീനിലൊന്നും നമ്മൾ ഒരുപാട് മലയാളികളെ കണ്ടിട്ടില്ലെങ്കിലും കേരളത്തിൻ്റെ നാട്ടുംപുറങ്ങളിൽ അതിഗംഭീരമായിട്ട് കളിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ കളിക്കുമ്പോഴൊക്കെ നമ്മളൊരു ചേട്ടനുണ്ടാവും അടിപൊളിയായിട്ട് കളിക്കുന്ന, അല്ലേ, നന്നായിട്ട് ബോൾ ചെയ്യുന്ന, നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരാൾ. ഈ 1983 എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴൊക്കെ നിവിൻ പോളിയുടെ അയാളുടെ മകനിലൂടെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ കാലത്തൊക്കെ ആളുകൾക്ക് പ്രതിഭ പ്രകടിപ്പിക്കാനില്ല അവസരമില്ലാതെ ആളുകൾ കൊഴിഞ്ഞുപോയി. പക്ഷേ ഇപ്പോൾ അത് വന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ KCL ഇതിനേക്കാൾ മുന്നോട്ട് പോകും, ഇതേക്കാൾ കൂടുതൽ ഗംഭീരമായിട്ട് ആളുകൾ വരും. ഇതിനകത്ത് നിന്ന് IPL-ലേക്കും ഇന്ത്യൻ ടീമിലേക്കൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള മലയാളികൾ ഒരുപാട് പോകും എന്ന് നമുക്കിപ്പോൾ ഉറപ്പായിട്ടുണ്ട്. നേരത്തെ പല കാരണങ്ങൾ കൊണ്ട് മലയാളികളായിട്ടുള്ള കളിക്കാർക്ക് അവസരം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കും. ചില ആളുകളുടെ പേര് രുചീഷ് പറഞ്ഞപ്പോൾ സൽമാൻ നിസാർ, തലശ്ശേരിക്കാരനാണല്ലോ അദ്ദേഹം അതുപോലെ തൃശ്ശൂരിൻ്റെ ഷോൺ റൈജർ, വയനാട്ടിൻ്റെ അജിനാസ് എന്നൊക്കെ പറയുന്നത് വലിയ കളിക്കാരാണെന്നാണ് രുചീഷൊക്കെ പറയുന്നത്. അപ്പോൾ വലിയൊരു സംഭവമാണ് KCL. അത് ആ നിലക്ക് നന്നായിട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കാം നമുക്ക്. അത് തീർച്ചയായും. ഈ പറഞ്ഞ പോലെ മാത്രമല്ല, ഈ പറഞ്ഞ അഹമ്മദ് ഇമ്രാൻ, അതുപോലെ മുഹമ്മദ് അസറുദ്ദീൻ, ഇങ്ങനെയൊക്കെ അഖിൽ കറിയ, ഇങ്ങനെ കുറേ പേരുകൾ ആ നിലയ്ക്ക് ഈ KCL നിന്ന് പറഞ്ഞു പോകാനുണ്ട് എന്നുള്ളത് തന്നെ ചെറിയ കാര്യമല്ല. അത് മാത്രമല്ല, IPL-ലേക്കൊക്കെ ആളുകളെ തേടുന്ന ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി ആളുകളെ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നവർ ഇവിടെ എല്ലാം കറങ്ങുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഇവരുടെ എല്ലാം കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ധാരാളം ക്രിക്കറ്റർമാർ തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? അതെ, നിശ്ചയമായിട്ടും. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അടയാളപ്പെടുത്തിയ ഒരുപാട് താരങ്ങളൊന്നും കേരളത്തിൽ നിന്നുണ്ടായിട്ടില്ല. ടിനു യോഹന്നാൻ, എസ് ശ്രീശാന്ത്, സഞ്ജു സാംസൺ എന്നീ പേരുകളിൽ അത് എണ്ണിത്തീരും. മലയാളി വേരുകളുള്ള ഒരുപിടി താരങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തലപ്പത്ത് തല ഉയർത്തി നിന്നിട്ടുണ്ട്. അവിടേക്ക് കേരളത്തിൻ്റെ സ്വന്തം ഹോം പ്രോഡക്ട്സ് ആയി ഒരുപിടി താരങ്ങളെ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള സുവർണ അവസരമാണ് ഇപ്പോൾ KCL. നമ്മളിപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. പണം വാരി ലീഗായ IPL ഉൾപ്പെടെയുള്ള വലിയ അവസരങ്ങൾ തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡിൽ വിസ്മയം തീർക്കുന്ന താരങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കുട്ടി ക്രിക്കറ്റിന് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വളരാനുള്ള അവസരവും എല്ലാ ജില്ലകളിലും നല്ല സ്റ്റേഡിയങ്ങൾ ഒരുങ്ങാനുള്ള അവസരവും KCL ഭാവിയിലേക്ക് കരുതുന്നുണ്ട്. ലോകത്തിൻ്റെ കായിക ഭൂപടത്തിൽ ഇന്ത്യ ക്രിക്കറ്റിലൂടെയും അടയാളപ്പെടട്ടെ. KCL-ന് RDX-ന്റെ എല്ലാവിധ ആശംസകളും. ഒരിടവേള കൂടി.